മകം നക്ഷത്രക്കാരുടെ ഉള്ളിലുള്ള മൃഗം ഗണപതിയുടെ വാഹനമായ എലിയാണ്. എലിയുടെ എന്തെല്ലാം സ്വഭാവ വിശേഷങ്ങളാണ് മകം നക്ഷത്രക്കാർക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. എലിയെപ്പോലെ വംശം, പാരമ്പര്യം, കുലം ഇവ വളർത്താനും വലുതാക്കാനും മകം നക്ഷത്രക്കാർക്ക് ശ്രദ്ധ വളരെ കൂടുതലാണ്. കാര്യങ്ങൾ വളരെ രഹസ്യമായി നടത്താനുള്ള കഴിവുള്ളവരാണിവർ. ഒന്നും പരസ്യമാക്കില്ല. പണം, ഭൂമി, സ്വർണം എന്നിവ ശേഖരിച്ചു വയ്ക്കും. എലി മാളമുണ്ടാക്കി ആഹാരം സൂക്ഷിച്ചു വെക്കുന്നത് പോലെ. കിട്ടിയത് കളയില്ല. നല്ല ഭക്ഷണം, സുഖം, സൗകര്യം, ആഡംബരം, രാജകീയമായ ജീവിതം ഇവയൊക്കെ ഇവർക്ക് വേണം. അപകടങ്ങളിൽ നിന്നും ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് സാമർഥ്യമുണ്ട്. അവസരങ്ങൾ ചെറുതാണെങ്കിലും വലുത് നേടാൻ വേണ്ടി കാത്തു നിൽക്കാറില്ല. തൻ്റെ സ്ഥാനം അവിടെ ഉറപ്പിക്കാൻ ശ്രമിക്കും. കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നവരാണിവർ. കൂട്ടമായി ജീവിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഇവരെപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, വെറുതെ ഇരിക്കില്ല. ഇവരിൽ പലരും പകലുറങ്ങുകയും രാത്രി ഉണർന്നിരിക്കുകയും ചെയ്യുന്നവരാണ്. എലി മണം പിടിക്കും പോലെ ആര് തന്നെ ചതിക്കുമെന്ന് ഇവർ നേരത്തെ അറിയും. വളരെ വൃത്തി കാത്തു സൂക്ഷിക്കുന്നവരാണ് മകനക്ഷത്രക്കാർ. അത്യാർത്തിയും പിശുക്കും ഇവരുടെ കൂടപ്പിറപ്പാണ്. ഇവർക്ക് ദേഷ്യം വന്നാൽ ബന്ധങ്ങൾ നശിപ്പിക്കും. മാനഹാനി, സ്ഥാനനഷ്ടം ഇവയൊക്കെ ഇവർക്ക് ഭയങ്കര പേടിയാണ്. രാജാവിനെ പോലെ ജീവിക്കാനും എലിയെപ്പോലെ അതിജീവിക്കാനും ഇവർക്ക് അറിയാം. ഇവർക്ക് ഒരു ഉപദേശം നൽകാം. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക വഴി കുടുംബ വഴക്കുകളിൽ നിന്നും രക്ഷ നേടാം. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും മന്ത്രങ്ങൾ ദിവസവും 9 പ്രാവശ്യം ജപിക്കുന്നത് അഭിവൃദ്ധികരമാണ്. ജപാകുസുമ സങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോരിം സർവപാപഘ്നം പ്രണതോസ്മി ദിവാകരം. സൂര്യൻ്റെ മന്ത്രമാണ്. ദധിശംഖ തുഷാരാഭം ക്ഷീരോദാർണവ സംഭവം നമാമി ശശിനം സോമം ശംഭോർമകുടഭൂഷണം. ഇത് ചന്ദ്രൻ്റെ മന്ത്രമാണ്. അതുപോലെ പിതൃക്കളെ സ്മരിക്കുക, തർപ്പണം ചെയ്യുക, ഇതൊക്കെ ഇവർക്ക് അഭിവൃദ്ധി നൽകും. അഹങ്കാരം, പിശുക്ക്, രഹസ്യ സ്വഭാവം, വാശി എന്നിവ നിയന്ത്രിക്കുകയും വേണം. പൂരം നക്ഷത്രക്കാരുടെ ഉള്ളിലുള്ള മൃഗം ചുണ്ടലിയാണ്. ചുണ്ടലിയുടെ എന്തെല്ലാം പ്രത്യേകതകളാണ് പൂരം നക്ഷത്രക്കാരെ സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. വീട്ടിലെ ചെറിയ എലിയാണ് ചുണ്ടലി. വളരെ വേഗം ഓടി നടക്കുന്ന പ്രകൃതമാണ് ഇവയ്ക്ക്. പെട്ടെന്ന് മനസ്സ് മാറും. ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കില്ല. നക്ഷത്രദേവത ശുക്രനായതിനാൽ ചഞ്ചല സ്വഭാവമുണ്ടാകും. തമാശ, കുസൃതി, കളിയാക്കൽ എന്നിവ ഇവരുടെ സ്വഭാവവിശേഷങ്ങൾ. ഗൗരവമുള്ള ചർച്ച ഇവർക്ക് സാധിക്കില്ല. ജീവിതം രസകരമാക്കണം എന്ന ചിന്തയാണ് എപ്പോഴും. യാത്ര ഇവർക്ക് ഇഷ്ടമായിരിക്കും. ചുണ്ടലിക്ക് ഭക്ഷണത്തിൻ്റെ മണം എവിടെ നിന്നാലും കിട്ടും. ഇവർ നല്ല ഭക്ഷണം തേടി നടക്കും. പുതിയ ഹോട്ടൽ, പുതിയ രുചി, മണം, നല്ല വസ്ത്രം ഇവ തേടി നടക്കും. ചുണ്ടലി രാത്രി മുഴുവൻ ചിലച്ചുകൊണ്ടിരിക്കും. വലിയ കാര്യങ്ങൾ ചെയ്യില്ല. വെറുതെ കുശലം പറഞ്ഞിരിക്കും. പ്രേമം, കാമം, സന്താനഭാഗ്യം ഇവ ഇവർക്ക് കൂടുതലായിരിക്കും. ചുണ്ടലി പേടിച്ചോടും. എന്നാൽ ഭക്ഷണം കണ്ടാൽ ധൈര്യം വരും. പൂരം നക്ഷത്രക്കാർക്ക് റിസ്ക് എടുക്കാൻ ഭയമാണ്. ഉത്തരവാദിത്വം പേടിയാണ്. സുഖം, പ്രേമം, പണം ഇവ കിട്ടാനുണ്ടെങ്കിൽ ധൈര്യം കാട്ടും. സാമൂഹ്യ ജീവിതം ഇഷ്ടപ്പെടും. കൂട്ടുകാരും കുടുംബവും ഇല്ലാതെ ജീവിക്കാൻ ഇവർക്ക് സാധിക്കില്ല. മകം നക്ഷത്രക്കാരുടെ മൃഗവും എലിയാണ്. എന്നാൽ അവരുടെ മൃഗത്തിൻ്റെ നേരെ എതിർ സ്വഭാവമാണ് പൂരം നക്ഷത്രക്കാരുടെ മൃഗത്തിന്. മകത്തിൻ്റെ ഗൗരവവും വാശിയും അധികാരസ്ഥാപനവും സമ്പത്ത് ശേഖരണവും രഹസ്യവും പൂരത്തിനില്ല. കളിയും തമാശയും പ്രേമവും സുഖവും ഭക്ഷണം കഴിക്കലും ഒക്കെയാണ് പൂരം നക്ഷത്രത്തിൻ്റെ പ്രത്യേകത. ഇവർക്ക് ഒരു ഉപദേശം നൽകാം. ഏർപ്പെടുന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. സ്ഥിരതയുണ്ടാകണം. ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അപവാദങ്ങൾ ഉണ്ടാകാതെ നോക്കണം. വെള്ളിയാഴ്ച ദേവീ ക്ഷേത്ര ദർശനം നടത്തണം. ശുക്രന്റെ മന്ത്രം ജപിക്കുന്നത് നല്ലത്. ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്ര പ്രവർത്താരം
ഭാർഗവം പ്രണമാമ്യഹം. ഇവ ദിവസവും 9 പ്രാവശ്യം ജപിക്കാൻ നല്ലതാണ്. ഇത് പൂരനക്ഷത്രക്കാരുടെ മൃഗസാമ്യം മാത്രമാണ്. ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് സ്വഭാവത്തിൽ വലിയ വ്യത്യാസം വരും. ഉത്രം നക്ഷത്രക്കാരുടെ ഉള്ളിലുള്ള മൃഗം ഒട്ടകമാണ്. ഉത്രം നക്ഷത്രക്കാരെ ഒട്ടകം എപ്രകാരം സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. ഒട്ടകം ഭാരം ചുമക്കുന്നത് പോലെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഭാരം മുഴുവൻ ഒറ്റയ്ക്ക് ചുമക്കും. ക്ഷമയും സഹനശക്തിയും മറ്റുള്ള നക്ഷത്രക്കാരേക്കാൾ ഇവർക്ക് വളരെ കൂടുതലാണ്. മരുഭൂമിയിൽ വെള്ളം ലഭിക്കാതെ ഒട്ടകം നിൽക്കും പോലെ പരാതി പറയാതെ ധാരാളം കഷ്ടപ്പാട് സഹിക്കും. ക്ഷമയുള്ളവരാണ് ഇവർ. ഒട്ടകം വെള്ളം ശേഖരിച്ചു വെക്കും പോലെ അറിവും ബന്ധങ്ങളും സമ്പത്തും ഇവർ ശേഖരിച്ചു വെക്കും. ഒട്ടകത്തെ പോലെ ലക്ഷ്യം തെറ്റാതെ പദ്ധതികളോടെ മുന്നേറും. വളരെ വിശ്വസ്തരായിരിക്കും. സൗഹൃദങ്ങൾക്ക് ഇവർ വളരെ പ്രാധാന്യം നൽകും. ദേഷ്യം വന്നാൽ ഒട്ടകം തുപ്പുകയും കടിക്കുകയും ചെയ്യും. ഉത്തര നക്ഷത്രക്കാർക്ക് വാശിയും അഹങ്കാരവും കൂടുതലായിരിക്കും. സേവന മനോഭാവമുള്ളവരായിരിക്കും ഇവരിൽ കൂടുതൽ. മരുഭൂമിയിൽ മനുഷ്യരെ രക്ഷിക്കും പോലെ ഇവർ പരോപകാരികളായിരിക്കുകയും ചെയ്യും. ഇവർ ഗാംഭീര്യവും വാശിയുമുള്ളവരായിരിക്കും. കഷ്ടകാലം വരുമ്പോൾ ഭക്ഷണവും പരാതിയുമില്ലാതെ ഒട്ടകത്തെ പോലെ നിലകൊള്ളും. ഇവർക്ക് ഒരു ഉപദേശം നൽകാം. അമിത ഭാരമെടുക്കരുത്. എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്യണമെന്നില്ല. അതുപോലെ ആളുകളെ കണ്ണുമടച്ച് വിശ്വസിക്കാതിരിക്കുക. വാശിയും അഹങ്കാരവും കുറയ്ക്കുക. സ്വന്തം സുഖം മറക്കരുത്. കുട്ടികളോടും ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനോടും സ്നേഹം കാണിക്കുക. ജോലിയിൽ 100% പെർഫെക്ഷൻ വേണമെന്ന് ആശിക്കരുത്. ഞായറാഴ്ച സൂര്യമന്ത്രം ജപിക്കുക. ജപാകുസുമ സങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോരിം സർവപാപഘ്നം പ്രണതോസ്മി ദിവാകരം. ഇത് ദിവസവും 9 പ്രാവശ്യം ജപിക്കുക. ശിവക്ഷേത്ര ദർശനം നടത്തുക. ഇത് ഭാഗികമായ ഫലം മാത്രമാണ്. പൂർണ്ണ ഫലത്തിന് ജാതക പരിശോധന ആവശ്യമായി വരും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉത്തര നക്ഷത്രക്കാരിലേക്ക് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക.